പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നിന്റെ തിരുമുറുവാഴുന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കണമേ. ഇന്ന് എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു അവരെല്ലാം ആരോഗ്യത്തോടെയും ഒരു അപകടവും ഇല്ലാതെ അവിടെ മുടിനാറിന് പോലും കേടില്ലാതെ തിരിച്ചു വരാൻ മാതാവിന്റെ മധ്യസ്ഥത്തില് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ. കർത്താവെ, ഞങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങള് സ്വന്തമായാലും പബ്ലിക്കായാലും കർത്താവിന്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നിങ്ങൾ പോകുന്ന പണിപ്പാടുകൾ, ജോലി ചെയ്യുന്ന ഇടങ്ങള്, ഓഫീസാകാം, ആശുപത്രിയാകാം, കണ്ടുമുട്ടുന്ന വ്യക്തികളെ, നിങ്ങൾക്ക് കുറച്ച് പ്രയാസം ഉണ്ടാക്കുന്ന വ്യക്തികള്, നിങ്ങൾക്ക് പണി തരുന്നതിനും നിങ്ങൾ അകപ്പെടുന്നതിനു വേണ്ടി മനസ്സുകൊണ്ട്
വക്രത കാണിക്കുന്നവർ അവർ കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവർ, സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവർ, അവിടെ നിങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് എതിരാളികളുള്ളവർ, അത് ബിസിനസ്സാകാം, സ്കൂളാകാം, ആശുപത്രിയാകാം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാകാം, എതിരാളി നിങ്ങൾ അകപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ അവരുടെ കൈയും കാലം നിർവീര്യമാകട്ടെ. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch the fire fingers, soak with the precious blood. Lord, infuse His Spirit of power and grace. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് സുവിശേഷ ഭാഗ്യങ്ങൾ, ഞാൻ എന്തായാലും സുവിശേഷ ഭാഗ്യങ്ങൾ എടുത്തതെന്ന് അറിയാമല്ലോ അല്ലേ? സകല വിശുദ്ധന്മാരുടെയും തിരുനാളാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടാണ് ഈ മാസം ആരംഭിച്ചത്. അന്ന് വായിച്ച സുവിശേഷത്തിലേക്ക് കർത്താവ് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇപ്പം നിങ്ങളോട് ഘട്ടം ഘട്ടമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല ഓരോരുത്തർ കേട്ടതാ പഠിച്ചതൊന്നുമല്ല, വായിച്ചതൊന്നുമല്ല. ഇപ്പൊ എന്താ പറയണമെന്ന് അറിയാമോ? മത്തായി 5:5 അല്ലേ? ശാന്തശീലർ ഭാഗ്യവാന്മാർ, ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ഭൂമി അവകാശമാക്കും. ശാന്തത ശീലമായിട്ടുള്ളവർ. ശീലം എന്ന് പറഞ്ഞത്, ശീലം എന്ന് പറഞ്ഞാൽ എന്താ? ഹാബിറ്റ്. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാബിറ്റ് ഈസ് എ റിപ്പീറ്റഡ് ആക്ഷൻ. ഒരു കാര്യം തന്നെ തുടരെ തുടരെ ചെയ്തു വരുമ്പോഴാണ് അത് ശീലമായി മാറുന്നത്. കർത്താവ് എന്താ പറയണത്? ശാന്തത, ഒരു സുവിശേഷ സാക്ഷി ശാന്തത ശീലമാക്കണമെന്ന്. എന്നുവെച്ചാ ശാന്തതയ്ക്കെതിരെ എന്താണുള്ളത്? പ്രക്ഷുബ്ധത, ടെൻഷൻ. എല്ലാവരും പിന്നെ ടെൻഷനാണ്, വല്ലാത്ത ടെൻഷനാണെന്ന് പറഞ്ഞത്. അപ്പൊ ടെൻഷനാണെന്ന് പറയുമ്പോ കർത്താവ് പറയും, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. എന്താ കാര്യം? ഇതിന്റെ പിന്നിലെല്ലാം നമുക്ക് ഭൂമി അവകാശമാക്കാൻ പോകുന്നു. ദൈവമാണെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രക്ഷുബ്ധ അവസരം ഉണ്ടാകും. നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു കിഡ്നി പേഷ്യൻ്റ്. നിങ്ങളിടയ്ക്ക് ഞാൻ പറയാറുണ്ട്. എൻ്റെ കൂടെയുള്ളവരൊക്കെ പറയും, അച്ഛൻ അങ്ങനെയൊന്നും പറയരുതെന്ന് പറയും. എന്താ കാര്യം അറിയാമോ? രോഗശാന്തി നൽകുന്ന ആൾ തന്നെ രോഗിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പൗലോസ് അപ്പോസ്തലൻ രോഗിയായിരുന്നു. പല ആൾക്കാരും സുവിശേഷ വേലക്കാർ രോഗികളായിരുന്നു. അവരാ രോഗം അനുഭവിച്ചു തന്നെ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഭാഗമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ, കർത്താവിൻ്റെ പീഡാനുഭവങ്ങളുടെ ഭാഗം ഞാൻ എൻ്റെ ശരീരത്തെ സംവഹിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ. അപ്പോൾ പക്ഷേ എങ്ങനെയാണ് പ്രഷർ വന്നിട്ടാണ് ഇങ്ങനെ കിഡ്നി ഷ്രിങ്കായത്? പ്രഷർ എങ്ങനെ വന്നതാ? ദൈവം നമുക്ക് ഓരോരോ പുതിയ പുതിയ പദ്ധതികൾ തരും. അത് പക്ഷേ സമൂഹത്തിനോ സഭയ്ക്കോ ഒന്നും പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ചിലപ്പോൾ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങൾ ഉണ്ടാവും. ഈ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാവും. നമ്മൾ മനുഷ്യരാണല്ലോ. നിങ്ങൾ ആ മനുഷ്യരാകുമ്പോൾ ചിലപ്പോൾ പ്രഷർ ഉണ്ടാവും. അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട്. അതായത് ഞാൻ ഒരു ദിവസം ഉണ്ടല്ലോ 96 അന്ന് ഞാൻ കടലോര കൺവെൻഷൻ നടത്തുന്ന കാലമാണ്. കടലോര കൺവെൻഷൻ നടത്തുന്ന കാലമാകുമ്പോൾ ഒരു 5 മണിക്കാണ് കടൽ തീരത്ത് നമ്മൾ ജവമാല റാലി പോയില്ലേ, ആ വഴികളിലൊക്കെ അച്ഛൻ പണ്ട് കടലോര കൺവെൻഷൻ നടത്തിയിട്ട് ആയിരങ്ങൾ ഇരുന്ന സ്ഥലം. ഇപ്പൊ നിങ്ങൾ മാരാരി കുളത്തില വന്നിരുന്നത്. 5 ലക്ഷത്തോളം മനുഷ്യരെന്നല്ലേ പറയണത്, പോലീസിന്റെ കണക്കാ. അന്നത്തെ ഒന്നുമില്ല, അന്ന് 10,000 ആളെ ഉണ്ടാകാൻ 10,000 ആള്. പക്ഷെ എന്തോ പറ്റി, ആ കടത്തീരത്തെ പന്തലില് വൈകുന്നേരം ഇരിക്കാൻ നേരം സുഖമാണ്. പക്ഷെ ഇരിക്കാൻ നേരത്ത് ഒരു 3 മണിയായപ്പോൾ എന്നെ വിളിച്ചു പറയാണ്, ഇന്ന് കൺവെൻഷൻ നടക്കില്ലെന്ന്. അപ്പൊ എനിക്ക് ടെൻഷനായി. കഴിഞ്ഞ ദിവസം മാരാരിക്കുളത്ത് ഞാനൊരു മരിപ്പടിയത്തിൽ പോയപ്പോൾ ഒരു മനുഷ്യൻ വന്ന് എന്നെ കണ്ട്, എന്നെ പരിചയമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് പരിചയമുണ്ട്, ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ ചേട്ടാ ക്ഷമിക്കണം, ഞാൻ കുറേ നാളായി നിങ്ങളെ കണ്ടിട്ട്. അപ്പോൾ പറഞ്ഞ് ഞാനടച്ചാ തിമിംഗലത്തെ മുറിച്ചതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാലേ ഞാൻ ഈ വൈകുന്നേരം ധ്യാനം നടത്താൻ വേണ്ടി ചില 3 മണിയായപ്പോൾ തങ്കച്ചായൻ അന്നത്തെ വലിയ പ്രവർത്തനമായിരുന്നു പുള്ളി.
എന്നെ വിളിച്ച് പറഞ്ഞു, ധ്യാനം നിനക്കൊന്നും തോന്നില്ല, ഒരു തിമിംഗലൻ ചത്ത് ചീഞ്ഞ് നമ്മുടെ കടപ്പുറത്ത് പന്തൻ്റെ അരികിൽ അടിഞ്ഞിരിക്കുകയാണ്. അപ്പം നിനക്കറിയാമല്ല, ഒരു പാമ്പ് ചത്താൽ തന്നെ വല്ലാത്ത വാടയിരിക്കും, ദുർഗന്ധമായിരിക്കും. ഇതെന്ന് പറയുന്നത് ഒരു വലിയ തിമിംഗലം എന്ന് വെച്ചാൽ ഒരു 30-40 അടി ഉള്ള, നമുക്കൊരു 6 ആളിൻ്റെ പൊക്കമുണ്ട്. അത് അടിഞ്ഞു കിടന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. ഞാൻ ഉടനെ ശരീരം തളർന്നുപോയി. അതാണ് ഈ പ്രഷർ. ഇപ്പം നിങ്ങൾക്ക് അച്ഛൻ എന്ത് പ്രഷർ എന്നൊക്കെ ചോദിക്കത്തില്ലേ, നമ്മൾ ഇവിടം വരെ എത്തിയതിൻ്റെ പിന്നിൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ പ്രഷറുണ്ട്, ഓരോരോ തരത്തിൽ. അപ്പം പിന്നെ എന്ത് ചെയ്ത് അന്നത്തെ ആ ഒരു ജനങ്ങളുടെ ഇടയിലുള്ളൊരു സ്വാധീനം കൊണ്ട് തങ്കച്ചായനൊക്കെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് പീറ്ററൊക്കെ ഉണ്ടായിരുന്നു കൂടെ വന്നിട്ട് ഈ സാധനത്തിന് മുഴുവനും പല കഷ്ണങ്ങളായിട്ട് അവർ അറുത്തറുത്ത് ഇറങ്ങി. എന്നുവെച്ചാൽ നെയ്യ് ചത്ത് ചീച്ച സാധനത്തിന് നെയ്യ് ഈ ചൂടിൽ തിളച്ചിട്ട് നമ്മൾ കുടൽ പോലും പുറത്തു വന്ന് ഛർദ്ദിക്കലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി ആൾക്കാർ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി ഈ ചെറിയ വള്ളങ്ങൾ എടുത്തിട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത്, ഞാൻ അവിടെ ചെല്ലണ മുമ്പ് തന്നെ അവർ കടലിൽ കൊണ്ടുപോയി സാധനത്തിനെ കളഞ്ഞു. ടെൻഷനാണ്. മാതാവ് നന്നായിട്ട് നടത്തിയ ധ്യാനം. അപ്പൊ ചില സമയത്ത് നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ പോരാതെ വരുമ്പോഴാണ് എക്സ്ട്രാ ടെൻഷൻ വരുന്നത്. നിങ്ങൾ ഓർക്കണം കേട്ടാ, നിങ്ങളിപ്പോൾ കല്യാണമൊക്കെ നടത്തുകയാണ്, വീട് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ സാമാട്ടിൽ ഉടമ്പടി പാലിച്ചു പോകണം. വെക്കുമ്പോൾ ഒക്കട്ടെന്ന രീതിയിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ടെൻഷൻ ചിലപ്പോൾ വരും. എന്താണെന്ന് അറിയാവാ, അത് നിങ്ങളെ പേടിപ്പിക്കാനൊന്നുമില്ല. കാര്യം ദൈവം അവസാനം കൃത്യമായിട്ട് ചെയ്യും. ചിലപ്പോൾ പൈസ തരാമെന്ന് പറഞ്ഞാൽ തക്ക സമയത്ത് കാല് മറിക്കളയും. അപ്പം നമ്മൾ ഒരിടത്തും ഇല്ലാതായി പോകും. ഇത് വേർത്ത് തലയും പോയി അവിടെ കിടക്കും പോയി. അപ്പം നിങ്ങൾ ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റണം. അപ്പം ആ സമയത്ത് ഞാൻ എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനക്കാരെല്ലാം വിളിച്ച് പറഞ്ഞു, കൊച്ചി മുതൽ ആലപ്പുഴ പുന്നപ്പുറ വരെ കടലോരത്ത് മുഴുവൻ മധ്യസ്ഥ പ്രാർത്ഥന ഇരുന്നു. ഇതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സെബിൻ. ഞാൻ വാഴവര സെൻറ്റ് മേരീസ് ഇടവാംഗമാണ്. ഇതെൻ്റെ ഭാര്യ നയന. ഞാൻ ഉടമ്പടി എടുത്തത് 2018 ജൂൺ മാസത്തിലാണ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ വൈഫ് കുവൈറ്റിലായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റാണ്. അപ്പോൾ എനിക്ക് വിസയിലും ജോലി ലഭിക്കാനൊക്കെ വളരെ തടസ്സങ്ങൾ നേരിട്ടു. ആ സമയത്ത് എനിക്കൊരു സ്വപ്നം ഉണ്ടാവുകയാണ്. അതായത് ഒരു മാലാഖയെ പോലെ ഒരാൾ വന്ന്, ഞാൻ ഇങ്ങനെ ദർശനം കാണുകയാണ്, എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം പെട്ടെന്ന് അവിടെ ഒരു തോട് പോലെ എൻ്റെ പറമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ തോട് പോലെ ഒരു സ്ഥലമുണ്ട്, അതിങ്ങനെ വറ്റി വരണ്ട് കിടക്കുകയാണ്. അപ്പോൾ ആ മാലാഖ പതുക്കെ അതിൽ കൈയിട്ടിട്ട് ആ ഒരു മണ്ണിങ്ങനെ നീക്കുമ്പോഴത്തേനും വെള്ളം ഒഴുകുകയാണ് അതിലൂടെ. എന്നിട്ട് എന്നോട് പറയുകയാണ്, പരിശുദ്ധ അമ്മയ്ക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, നീ 500 ജപമാല ചൊല്ലണം. ഇതാണ് ആ ദർശനം. ഞാൻ രാവിലെ ഒരു 5:30 മണിയൊക്കെ ആകുമ്പോഴാണ് ഇത് കാണുന്നത്. ഇത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു ദർശനമാണിത്. അതുപോലെ തന്നെ ഞാനിത് വിശ്വസിച്ചു. ഞാൻ 500 ജപമാല ഒരു ദിവസം 8-10 ജപമാല വെച്ച് 500 ജപമാല തയ്ച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ ഞാൻ എറണാകുളത്താണ് അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എറണാകുളത്ത് ഒരു പള്ളിയിൽ വെച്ച് എനിക്ക് ഇവിടുത്തെ അന്ന് 2018 കൃപാസനം. അന്ന് പലർക്കും അത്രയും അറിയത്തില്ല. അപ്പോൾ എനിക്ക് പള്ളിയുടെ മുന്നിലിരുന്ന് പത്രം കിട്ടുകയാണ് കൃപാസനം. അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്, ഉടമ്പടി ഉടനടി പരിഹാരം. അപ്പോൾ അതിനെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു. ഞാനതെടുത്തു. ഞാൻ അതിലെ കാര്യങ്ങൾ വായിച്ചു, സ്ഥലം മനസ്സിലാക്കി. ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നു ആദ്യം ഉടമ്പടിയില്ല, ഞാൻ അന്ന് തപസ് ധ്യാനമാണ്. ആദ്യം തപസ് ധ്യാനമൊക്കെ കൂടി അച്ഛൻ്റെ ബ്ലെസ്സിങ് ഒക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ തടസ്സങ്ങളെല്ലാം മാറുകയാണ്. എല്ലാം മാറി എൻ്റെ പഴയ ഒരു ജീവിത രീതിയിൽ നിന്ന് ഒരു ടേണാണ് പിന്നെ നടക്കുന്നത്. വിശുദ്ധിയുള്ള ജീവിതം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, ബൈബിൾ വായന, ഇതെല്ലാം കുമ്പസാരം, ഇതെല്ലാം ഞാൻ അറിയാതെ തന്നെ സംഭവിക്കുകയാണ്. വലിയൊരു മാറ്റം. അത് കഴിഞ്ഞ് എനിക്ക് ജോലിയായി, ഞാൻ കുവൈറ്റിലായി. ഞാനിത് ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കും. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ
ഉടമ്പടി ധ്യാനങ്ങൾ, അതുപോലെ ഉടമ്പടി ഉപ്പ്, തൈലം ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പോന്നു. അങ്ങനെ 2022 ഞാനിവിടെ വന്നപ്പോൾ ഉടമ്പടി പുതുക്കി വീണ്ടും ഞാൻ പോയി. അന്ന് 10 വർഷമായിട്ട് എനിക്ക് ടോൺസിലൈറ്റീസിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വളരെ ബുദ്ധിമുട്ടായിരുന്നു. സ്വെല്ലിങ് വന്ന് ഭയങ്കര ഇൻഫെക്ഷനായിട്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പോൾ അത് 10 വർഷമായിട്ട് എനിക്കുണ്ടായിരുന്നു. തണുത്തൊന്നും കഴിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ കുവൈറ്റിൽ അവിടെ ഒരു ഡോക്ടറെ കണ്ട് സർജറിക്ക് ഡേറ്റ് എടുത്തു. സർജറി ചെയ്യാമെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ടുള്ള ഒരാഴ്ചയിൽ ചൊവ്വാഴ്ചയിൽ ഞാൻ അച്ഛൻ്റെ ഉടമ്പടി പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അച്ഛനിങ്ങനെ വിളിച്ചു പറയുന്നു, രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പറയുകയാണ്, ടോൺസിലൈറ്റീസ് ഉള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു തണുപ്പും ഒരു പ്രത്യേക ഒരു അഭിഷേകം ഉണ്ടാകുന്നു. അപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിച്ചു അത് എനിക്കായിരിക്കും ആ രോഗസൗഖ്യമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. 3 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. ഡോക്ടറെ പോയി ഞങ്ങൾ കണ്ടു. ഡോക്ടർ പറഞ്ഞു സർജറി ഒന്നും വേണ്ട, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2023 അവസാനം ഞങ്ങൾ കുവൈറ്റിൽ വൈഫിന് OIT പാസ്സായി. ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് പോന്നു. ന്യൂസിലാൻഡ് പോകാൻ വേണ്ടിയുള്ള പേപ്പർ വർക്കൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് എനിക്കവിടെ രജിസ്ട്രേഷന് വേണ്ടി PT എന്ന് പറഞ്ഞ ഒരു എക്സാം പാസ്സാണ്. അപ്പോൾ ജനുവരിയിൽ ഇതുപോലെ തന്നെ ഞാൻ PTEക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വീണ്ടും ഒരു ദർശനം ഉണ്ടാവുകയാണ്. അത് മാതാവാണ്. മാതാവിൻ്റെ ഒരു രൂപം എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ആ രൂപം എന്നോട് സംസാരിക്കുകയാണ്, ഈശോ എല്ലാം ക്രമീകരിക്കും. അത് മാത്രമേ പറയുന്നുള്ളൂ, ഈശോ എല്ലാം ക്രമീകരിക്കും. ഞാൻ പിന്നെ ഒരു മാസം കോഴ്സിന് പോയി. ഞാൻ ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്തു. അപ്പോൾ വളരെ കുറഞ്ഞ മാർക്കിൽ എനിക്ക് പാസ്സാൻ പറ്റിയില്ല. 1-2 മാർക്ക് വ്യത്യാസത്തിൽ ഇങ്ങനെ ഫെയിലായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നീട് എഴുതി, അടുപ്പിച്ചടുപ്പിച്ച് 3-4 പ്രാവശ്യമൊക്കെ എഴുതി, കിട്ടുന്നില്ല. ഇതുപോലെ തന്നെ 65 എല്ലാത്തിനും വേണം മൊഡ്യൂൾ. എനിക്ക് 64, 63 ഇങ്ങനെ നിൽക്കുകയാണ്. അതിന് മുകളിലോട്ട് കയറുന്നില്ല. ഞാൻ പിന്നെ വളരെ അപ്പം പിന്നെ ഞാൻ ഈ ഒരു അമ്മ പറഞ്ഞൊരു വാക്ക്, അതായത് ഈശോ എല്ലാം ക്രമീകരിക്കും, ഇത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. ഈശോ എല്ലാം ശരിയാക്കും, അമ്മയും ഈശോയും എന്നെ സഹായിക്കും. അതുപോലെ തന്നെ വൈഫ് എന്നെ സപ്പോർട്ട് ചെയ്തു. അവളും നല്ല പ്രാർത്ഥനയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ എക്സാം എഴുതി. പിന്നെ ഇത് തന്നെയാണ്. അങ്ങനെ ഞാൻ 9 തവണ എക്സാം എഴുതി. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ വന്ന ഉടമ്പടി പുതുക്കി എല്ലാം ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നു, പ്രേക്ഷിത പ്രവർത്തനം എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എക്സാം പാസ്സാകുന്നില്ല. ആ സമയത്തെല്ലാം എൻ്റെ പ്രാർത്ഥന വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസാനം ഞാൻ ഇവിടെ അച്ഛനെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ തലയ്ക്ക് കൈവച്ച് കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം പൂശി എനിക്ക് കാശുരൂപം തന്നു. എല്ലാ പരീക്ഷയിലും ഞാൻ കാശുരൂപം കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ആ ലാസ്റ്റ് സമയത്ത് അച്ഛൻ പ്രാർത്ഥന കഴിഞ്ഞ് പിരിഞ്ഞു പോകാൻ നേരം ഞാൻ ഒന്നും കൂടെ അച്ഛനോട് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു, ഒന്ന് വരാമോ എന്നുള്ള രീതിയിൽ കാണിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ അച്ഛൻ മടുത്ത് അവിടെ ഇരിക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ മടുത്ത് കസേര ഇരിക്കുമായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും ഒരു അഭിഷേകമായിരുന്നു. അതായത് ഈശോ ഇങ്ങനെ ഒരു വചനം എൻ്റെ ഉള്ളിലോട്ട് വരുവാണ്. ഈശോയ്ക്ക് അവരോട് അലിവ് തോന്നി. ആ ഒരു വചനം ഇങ്ങനെ വരുവാണ്. അതുപോലെ തന്നെയായിരുന്നു ജോസഫ് അച്ഛൻ എൻ്റെ അടുത്തോട്ട് നടന്നിട്ട് എൻ്റെ കവളി തട്ടിയിട്ട് പറഞ്ഞു, അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്ന് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു. ഞാൻ മെയ് 5 വന്ന് പുതുക്കിയത്. 2025 മെയ് 9 എക്സാം എഴുതി. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എക്സാം എഴുതിയത്. എന്നെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ എക്സാം എഴുതി. എനിക്ക് നല്ല സ്കോർ തന്ന് ദൈവം അനുഗ്രഹിച്ചു. എനിക്ക് ഇപ്പോൾ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ എല്ലാം രജിസ്ട്രേഷനായി, ലൈസൻസായി. അപ്പോൾ ഞങ്ങൾ ഈ 9 പോകാനിരിക്കുകയാണ്. ഈ 9-ാം തീയതി ഞങ്ങൾ ന്യൂസിലാൻഡിലോട്ട് പോകാനിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ വൈഫിന് കൊടുക്കാം. ഞങ്ങൾ 2023 ഡിസംബറിൽ കുവൈറ്റിൽ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. അവിടുന്ന് റിസൈൻ ചെയ്ത് ന്യൂസിലാൻഡിന് പോകാൻ വേണ്ടിയിട്ട് നാട്ടിൽ വന്നു. എല്ലാം പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ പോകാമെന്നുള്ള രീതിയിൽ എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ വിസയ്ക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഏജൻസിയിൽ നിന്ന് വിളിക്കുകയാണ്, നിങ്ങൾക്ക് വിസയ്ക്ക് ഇടാൻ പറ്റത്തില്ല, OETയുടെ റിസൾട്ടിൽ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റായിട്ടാണ് കാണിക്കണേ, പാസ്പോർട്ടിൽ നിന്ന് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ OETയുടെ റിസൾട്ട് വെച്ച് പോകാൻ പറ്റില്ല, നിങ്ങൾ ഒന്നുകൂടെ OET എഴുതുക, അല്ലെങ്കിൽ IELTS എഴുതുക, അങ്ങനെ പറയാം. ഭയങ്കര എളുപ്പമാണ് പറയാനായിട്ട്, പക്ഷെ നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എനിക്ക് ഏതായാലും അത് പറ്റില്ല എന്നായി. അപ്പം ഞാനൊരു വൈകുന്നേരം ഇത് അറിയണത്. ഞാൻ പെട്ടെന്ന് തന്നെ തീരുമാനം എടുത്തു. പിറ്റേന്ന് രാവിലെ
കൃപാസനത്തിൽ പോവാം. അതായിരുന്നു എൻ്റെ തീരുമാനം. അങ്ങനെ ഞാനിവിടെ രാവിലെ വന്ന് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചു. അതിന് ശേഷം ഞാൻ അച്ഛനെ കാണാനുള്ള ടോക്കൺ എടുത്തു, ഉടമ്പടി പുതുക്കി. അത് കഴിഞ്ഞിട്ട് അച്ഛനെ കാണാനായിട്ട് ഇവിടെ വന്നു, അച്ഛൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഏജൻസീനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വിസയ്ക്ക് ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, വിസയ്ക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം നമുക്ക് റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ ഭയങ്കര പാടാവുണ്ട്, നിങ്ങൾ എക്സാം എഴുതുക തന്നെയാണ് ഇതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, റിജക്ഷൻ വന്നോട്ടെ, കുഴപ്പമില്ല, അത് ഞാൻ ഫേസ് ചെയ്തോളാം, പക്ഷേ എനിക്ക് എന്താണേലും വിസയ്ക്ക് ഇട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എൻ്റെ നിർബന്ധപ്രകാരം വിസയ്ക്ക് ഇട്ടു. പക്ഷേ എൻ്റെ വിശ്വാസം, എനിക്കറിയാമായിരുന്നു മാതാവ് എന്നെ സഹായിക്കുമെന്ന്. അങ്ങനെ വിസയ്ക്ക് ഇട്ടപ്പോൾ അവർ പറഞ്ഞു 21 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഇതിന് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ സമയത്തും ഞാനിങ്ങനെ നന്മ അറിഞ്ഞ മറിയമേ ചൊല്ലിക്കൊണ്ട് നടക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ അടുത്ത് മമ്മി ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പുറകോർത്തോണ്ട് നടക്കുന്നത്? അപ്പം നമ്മുടെ വിഷമം പേരൻസിന് അവർക്കും കൂടെ വിഷമമായതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്നും അവരോട് പറയാൻ പറ്റത്തില്ല. കാരണം നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, ഞാനെല്ലാം റിസൈൻ ചെയ്ത്, ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, ഞങ്ങൾ നാട്ടിൽ വന്ന് നിൽക്കുക, ഇപ്പം ന്യൂസിലൻഡിന് പോകുന്നതാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഞാനിങ്ങനെ മൊബൈലിലൊക്കെ മെസ്സേജൊക്കെ വരുമ്പോഴത്തേനും പെട്ടെന്ന് അങ്ങ് തുറന്നു നോക്കണ ഒരു ആളല്ല. പക്ഷേ ഞാൻ ഇങ്ങനെ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഡിഷ് വാഷ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു മെസ്സേജിൻ്റെ ടോൺ കേൾക്കുക. പെട്ടെന്ന് ഞാൻ എന്തോ എനിക്കത് തുറന്നു നോക്കാനായിട്ടൊരു പ്രേരണ ഉണ്ടായി. തുറന്നു നോക്കിയപ്പം അതെൻ്റെ വിസ വന്നതിൻ്റെ ഇമെയിലായിരുന്നു. 21 ദിവസമാണ് ഏജൻസി പറഞ്ഞിരുന്നത്, പക്ഷേ 3 ദിവസത്തിനുള്ളിൽ എനിക്ക് വിസ വന്നു. യാതൊരു തടസ്സമോ യാതൊരു ക്വയറീസോ ഒന്നും അതിനകത്തുണ്ടായില്ല. പക്ഷേ OETയുടെ അവിടുന്ന് ഒരു മെയിൽ വാങ്ങിച്ചായിരുന്നു, ഇത് ഒരാൾ തന്നെയാണ്, അത് ഡേറ്റ് ഓഫ് ബർത്തിൽ ഒരു ചേഞ്ച് ഉണ്ട്, പക്ഷേ ഇത് അവർ ഡിക്ലെയർ ചെയ്ത് തന്നിരുന്നു. പക്ഷേ മാതാവിൻ്റെ ഒത്തിരി ഇടപെടൽ അതിനകത്തുണ്ടായെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതോടൊപ്പം അങ്ങനെ ഞാൻ കഴിഞ്ഞ ജൂൺ 30-ാം തീയതി 2024 ജൂൺ 30-ന് ഞാൻ ന്യൂസിലാൻഡിലോട്ട് പോയി. ജൂലൈ 31-ന് എൻ്റെ ക്യാപ്പ് കഴിഞ്ഞു. ഓഗസ്റ്റ് 20 ഒക്കെ ആയപ്പോഴത്തേനും എനിക്ക് എൻ്റെ ലൈസൻസ് കിട്ടി. ആ സമയത്ത് ഒരാൾക്ക് പോലും അവിടെ ജോലി കിട്ടുന്നില്ല, എല്ലാവരും തിരിച്ചു പോരും. 6 മാസം നിന്നിട്ട് തിരിച്ചു പോരുന്നു, 3 മാസം നിന്നിട്ട് തിരിച്ചു പോരുന്നു, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് തിരിച്ചു പോയാൽ ജോലി ഒന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ അനിയനുണ്ട് അവരുടെ കൂടെ നിൽക്കുക. അപ്പം ഞാനിങ്ങനെ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ ഒരു ഇൻ്റർവ്യൂ കിട്ടി. ആ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പേ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ ബാച്ചിൽ എല്ലാവരും തിരിച്ച് നാട്ടിൽ പോയി. ആ സമയത്ത് ഈശോയും മാതാവും എനിക്കൊരു ജോലി നൽകി അനുഗ്രഹിച്ചു. ഞാൻ ജൂൺ ലാസ്റ്റാണ് പോയത്. ഒക്ടോബർ 17-ാം തീയതി ഞാൻ നല്ലൊരു ഫെസിലിറ്റിയിൽ ഇപ്പോൾ രജിസ്റ്റേർഡ് നഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. ഈ 9-ാം തീയതി ഞാൻ കുട്ടികളെയും ഹസ്ബൻഡിനെയും കൊണ്ടുപോകാൻ വേണ്ടി വന്ന് ഞങ്ങൾ തിരിച്ചു പോവുക. അമ്മയും തിരുക്കുമാരനും ഞങ്ങൾക്ക് ചൊരിഞ്ഞു തന്ന ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇവിടുന്ന് പത്രം വാങ്ങിയും ഓരോ വീടുകളിലും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡ്, ഓട്ടോറിക്ഷ സ്റ്റാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ കുവൈറ്റിലായിരുന്നപ്പോൾ അവിടെ ചിലർ പത്രം വാങ്ങിച്ചിട്ട് വീടുകളിൽ ഫ്ലാറ്റുകളിൽ തന്നെ വെക്കുന്നുണ്ടായിരുന്നു കൊടുക്കാതെ. അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിച്ച് ഓരോ ഫ്ലാറ്റിലും കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈശോയെ ഏകരക്ഷകനായിട്ട് പറയാനായിട്ട് എനിക്കൊരു മടിയില്ലായിരുന്നു. അവിടെ ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ കുവൈറ്റീസ് വന്ന് നമ്മളോട് ഇങ്ങനെ അവരുടെ ദൈവത്തെക്കുറിച്ച് പറയുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ നിൽക്കുമായിരുന്നു. ഞാൻ പറയുമായിരുന്നു ജീസസ് ഈസ് ദ ഓൺലി സേവിയർ എന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പം എനിക്കത് പറയാനുള്ള ധൈര്യം ഉണ്ടായി. അപ്പോൾ അതല്ല, ഈ ഉടമ്പടി എടുത്ത ശേഷമാണ് എനിക്ക് ഇതെല്ലാം സാധിച്ചത്. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോഴുള്ള കുമ്പസാരം. പിന്നെ ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഞാൻ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുമ്പം ഈ അവർ ചിലപ്പോൾ എന്നോട് കാണാം, നമുക്ക് ഉടമ്പടി എടുത്തവരുണ്ടാവാം, ഇപ്പോൾ മാതാവിനെ അറിയത്തില്ലാത്തവരുണ്ടാവാം. അപ്പോൾ അവരോടെല്ലാം ഞാൻ പറയും. അപ്പം ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഒക്കെ ഞാൻ അവർക്ക് കൊണ്ടേ കൊടുക്കുകയും അത് ഉപയോഗിക്കുകയും അങ്ങനെ അസാധ്യമെന്ന് കരുതുന്ന, എന്ന് വെച്ചാൽ ഒരിക്കലും ശരിയാകാത്ത ചില കേസുകൾ വരെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച വഴി നല്ല റിക്കവറി.
പേഷ്യൻസിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യും. എനിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. അപ്പോൾ അതിലൂടെ മാതാവിനെയും ഈശോയും ഒക്കെ ബൈബിൾ വചനങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് ആദ്യ നാളുകളിൽ ഉടമ്പടിയെക്കുറിച്ച് 2018 ഉടമ്പടി എടുത്തതാണ് ഞാൻ. അപ്പോൾ അന്ന് ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലാതെ ഒരുപാട് പേര്, അപ്പോൾ അന്ന് ഞാൻ ഉടമ്പടി എടുത്ത് കൊണ്ട് എന്നെ അറിയാവുന്നവർ ഒത്തിരി പേര് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരുപാട് പേര് എന്നോട് വിളിച്ചു ചോദിക്കുമായിരുന്നു. അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കാനായിട്ട് അപ്പം സാധിച്ചു. ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ജെറമിയ 7:23 എൻ്റെ വാക്ക് അനുസരിക്കുവിൻ, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ, നിങ്ങൾക്ക് ശുഭമായിരിക്കും. സെബിൻ സെബാസ്റ്റ്യൻ എന്ന ഈ സഹോദരനും ഭാര്യ നയനയും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. സെബിൻ പറഞ്ഞു തുടങ്ങിയത് 2018 മകന് ലഭിച്ച ഒരു സ്വപ്നത്തിലൂടെയാണ് അമ്മ മാതാവിനരികിലേക്കുള്ള ജീവിതം മകൻ ചേർത്ത് വയ്ക്കുന്നത്. 500 ജപമാല ചൊല്ലുവാനുള്ള സ്വപ്നമാണ് മകന് ലഭിച്ചത്. അത് ഒത്തിരി നമ്പരല്ലേ, പ്രയാസമല്ലേ എന്ന് കരുതി വേണമെങ്കിൽ അത് തട്ടുനീക്കി കളയാമായിരുന്നു. നമുക്ക് ദൈവികമായി ലഭിക്കുന്ന സന്ദേശങ്ങളോട് നാം ഹൃദയം ചേർത്ത് വയ്ക്കുമ്പോഴാണ് നമുക്കത് അനുഗ്രഹത്തിലുള്ള വഴികളായി മാറുന്നത്. മകൻ പറയുന്നുണ്ട്, ഓരോ ദിവസവും 4, 5, 6, 7 ജപമാല ചൊല്ലിക്കൊണ്ട് ഞാൻ ആ 500 ജപമാലകൾ ചൊല്ലുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെയാണ് അവിചാരിതമായി കൃപാസനം പത്രം കിട്ടുന്നതും ഇവിടെ അമ്മയുടെ അരികിൽ വന്ന തപസ് ധ്യാനം കൂടുന്നതും. അത് കുറേ കൂടി ജീവിതത്തെ എങ്ങനെ മാറ്റിയെന്നാണ് സഹോദരൻ ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത്. നാം ഓരോരുത്തരും മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രെമിസസ്, അതിൻ്റെ ആദ്യം നമുക്ക് വേണ്ട ജീവിതത്തിൻ്റെ വ്യത്യാസം, നമ്മുടെ സ്വഭാവം എങ്ങനെ മാറുന്നു, നമ്മുടെ താല്പര്യങ്ങൾ എങ്ങനെ മാറുന്നു, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് എന്ത് വ്യത്യാസമുണ്ടാവുന്നു, നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെ വിശുദ്ധീകരിക്കപ്പെടുന്നു, നമുക്ക് മറ്റുള്ളവരോടുള്ള നമ്മുടെ ഇടപെടലുകൾ എത്ര കണ്ട് വിശുദ്ധമായി തീരുന്നു എന്നൊക്കെയാണ്. ഉടമ്പടി നമുക്ക് ആന്തരികവും ബാഹ്യവുമായ യാതൊരു മാറ്റവും കൊണ്ടുവരുന്നില്ലെങ്കിൽ ആ ഉടമ്പടി പേപ്പറിൽ മാത്രമേ ഉള്ളൂ, ജീവിതത്തിലില്ല. അതുകൊണ്ട് ഉടമ്പടി നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് ആന്തരികവും ബാഹ്യവുമായ ജീവിത വിശുദ്ധിയിലേക്കും ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന പെരുമാറ്റ രീതികളിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന ഏറ്റവും ത്യാഗമുള്ള, ഏറ്റവും ഗൗരവമുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയിലേക്കുമാണ്. അതാണ് ഉടമ്പടിയുടെ ആദ്യത്തെ നിബന്ധനകളിൽ നാം ഓരോന്ന് വായിച്ച് പാലിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ജഡികമായ പ്രവണതകൾ ഏറെയുള്ള വ്യക്തികളാണ്. ഈ ജഡിക പ്രവണതകൾക്കപ്പുറം ആത്മാവിൻ്റെ ഫലങ്ങൾ ഉള്ള ജീവിതങ്ങളായി മാറുന്നതിന് വേണ്ടി നാം നടത്തുന്ന ത്യാഗപൂർണമായ തീർത്ഥാടനമാണ് ഉടമ്പടി ജീവിതത്തിൽ ഓരോ ദിവസവും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതമായി നമ്മുടേത് മാറ്റുക, ക്ഷമയുള്ളവരായി മാറുക, ഭക്തിയുള്ളവരായി മാറുക, വിവേകമുള്ളവരായി മാറുക, ആത്മസംയമനമുള്ളവരായി മാറുക. അങ്ങനെ ജീവിതത്തെ തന്നെ നാം ആയിരിക്കുന്ന സ്വഭാവ വിശേഷങ്ങളിൽ നിന്നും നാം എങ്ങനെയാണോ ജീവിക്കേണ്ടത്, ദൈവത്തിന് ഹിതകരമായി ജീവിക്കേണ്ടത്, ആ രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ മരിയൻ ഉടമ്പടി നമ്മളെ സഹായിക്കുന്നുണ്ട്. ആ ഒരു മാറ്റത്തിലാണ് നമ്മുടെ നിയോഗങ്ങൾ പോലും അനുഗ്രഹമായിട്ട് മാറുന്നത്. സഹോദരൻ പറയുന്നുണ്ട്, ജീവിതം ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെയൊക്കെ പോകുമ്പോൾ അല്പം കൂടി ജീവിത സാഹചര്യം മെച്ചപ്പെടണമെന്ന് കരുതി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നാളുകളിൽ വീണ്ടും അമ്മ മാതാവ് മകനെ സ്വപ്നത്തിലൂടെയാണ് തേടിയെത്തുന്നത്. മകന് വാക്കാണ് കേൾക്കുന്നത്. നമ്മുടെ ലഭിക്കുന്ന സന്ദേശങ്ങളിൽ നിയോഗവുമായി ബന്ധപ്പെട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടാവും. ഉടമ്പടിയിൽ എപ്പോഴും അതാണ്. ഉടമ്പടിയിൽ നമുക്കൊരു സന്ദേശം ലഭിച്ചാൽ, ഒരു മെസ്സേജ് ലഭിച്ചാൽ, ഒരു കാര്യം നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്താൽ അത് നമ്മുടെ നിയോഗവുമായി ബന്ധമുണ്ടാവും. എല്ലാം ക്രമീകരിക്കപ്പെടും. അതാണ് കൊടുത്ത സന്ദേശം. എല്ലാം ക്രമീകരിക്കപ്പെടും. ജോലി ക്രമീകരിക്കപ്പെടുന്നു. എക്സാം വിജയിക്കുന്ന വിധത്തിൽ ക്രമീകരിക്കപ്പെടുന്നു. മകളുടെ ജോലിയും പഠിത്തവും ക്രമീകരിക്കപ്പെടുന്നു. വിദേശത്തുള്ള വാസത്തിൽ
അവിടെയുള്ള എല്ലാ ക്ലേശങ്ങളും തരണം ചെയ്യുവാൻ പറ്റും വിധം ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് അമ്മ മാതാവ് അനുഗ്രഹമായി അനുകൂലമായി മകൾക്ക് മാറ്റിക്കൊടുക്കപ്പെടുന്നു. അതാണ് എല്ലാം ക്രമീകരിക്കപ്പെടുമെന്നൊരു വാചകമാണ് തനിക്ക് സ്വപ്നത്തിലൂടെ ലഭിക്കുന്നതെങ്കിലും അത് അമ്മ കൈമാറിയ സന്ദേശമാകുമ്പോൾ അതിനെൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പദ്ധതി അമ്മ മാതാവിനുണ്ടെന്നും ഈശോയിലൂടെ അത് നിവർത്തിച്ചു തരുമെന്നും ഉടമ്പടിയിലുള്ളവർ സംശയമില്ലാതെ വിശ്വസിക്കുകയാണ്. പിന്നീട് അവർ നടത്തുന്ന പരിശ്രമങ്ങളിൽ ദൈവികമായ ഇടപെടലുകളാണ് നിരന്തരം കാണുന്നത്. മകൻ വിദേശത്തേക്ക് പോകുവാൻ, ജോലി കിട്ടുവാൻ വേണ്ടി പരീക്ഷ എഴുതി. അത് യൂറോപ്പിലേക്കുള്ള പരീക്ഷ മകൻ വിജയിച്ചു. മകൾ കുവൈറ്റിൽ നിന്ന് വിദേശത്തേക്ക് പോകുവാൻ ന്യൂസിലൻഡിൽ എത്തിച്ചേർന്ന് അവിടെയുള്ള പരീക്ഷകൾ എഴുതി അവിടെ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചു. അതും അമ്മ മാതാവ് അനുകൂലമായി അനുവദിച്ചു നൽകുന്നു. രണ്ടുപേരും ഒരുപോലെ പറയുന്നുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ട ഏറ്റവും വലിയ സന്തോഷം ഒരു അമ്മ കൂടെ നിൽക്കുന്നത് അനുഭവിക്കുന്നു എന്നതാണ്. മറ്റുള്ളവർക്ക് ഒരുപക്ഷെ ഞങ്ങളുടെ ജീവിതത്തെ എന്താ ഞങ്ങളിങ്ങനെ വിദേശത്ത് നല്ല ജോലി ഉണ്ടായിരുന്നവർ നാട്ടിൽ വന്നിങ്ങനെ വെറുതെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴും ഞങ്ങളുടെ നാവിലൊരിക്കലും അമ്മയെക്കുറിച്ചുള്ള പ്രാർത്ഥന മാറിയിട്ടില്ല. ഞങ്ങളുടെ ജീവിത രീതികളിൽ ഒരിക്കലും അമ്മയോടുള്ള വിശ്വസ്തതയ്ക്ക് കുറവ് വന്നിട്ടില്ല. ചെയ്തു കൊടുക്കാനാവുന്ന നന്മകൾ, ദൈവത്തെ കൈമാറുന്ന പ്രേക്ഷിത പ്രവൃത്തി സന്തോഷത്തോടെ നിർവഹിക്കുവാൻ ഞങ്ങൾ നിരന്തരം ശ്രദ്ധിച്ചിരുന്നുവെന്ന്. പ്രിയമുള്ളവരെ, വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ത്യാഗത്തോടുകൂടി ജീവിതത്തെ വിശുദ്ധീകരിച്ച് അചഞ്ചലമായി ഇളക്കം തട്ടാതെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാൻ നമുക്കെപ്പോഴും ശ്രദ്ധയുള്ളവരാവണം. നമ്മൾ 3, 4, 5 തവണ പുതുക്കിയിട്ടും നമ്മുടെ വെച്ചിരിക്കുന്ന പ്രധാന നിയോഗം സാധിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം അത് ദൈവം ഉപേക്ഷിച്ചുവെന്നല്ല, ദൈവം അതിനെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. സമയത്തിൽ നിനക്കത് അനുവദിച്ചു തരുവാൻ അവിടുന്ന് തിരുവുള്ളമാകുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ ഉടമ്പടി പുതുക്കി ഒരു അനുഗ്രഹം ലഭിച്ചില്ലെന്ന് കരുതി പിന്നോട്ട് മാറേണ്ടവരല്ല, മറിച്ച് കൂടുതൽ എളിമപ്പെട്ട് കൂടുതൽ വിശുദ്ധിയിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ വേണ്ടി ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോൾ വലിയ ഇടപെടലുകൾ അമ്മ വഴി ലഭിക്കുന്നത് കാണുവാനാകും. മകൻ സൂചിപ്പിച്ചു, അത് കുവൈറ്റിൽ വെച്ച് അച്ഛൻ്റെ ധ്യാനം കൂടി അച്ഛൻ ഒത്തിരി പേരെ കണ്ട് പ്രാർത്ഥിച്ച് ആകെ തളർന്നിരിക്കുമ്പോൾ ഞാൻ അച്ഛനെ കൈകാട്ടി വിളിച്ചു, എന്നെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി. അലിവുള്ള ഈശോ നടന്നു വരുന്നത് പോലെ അവന് അവരോട് അനുകമ്പ തോന്നിയെന്ന് വചനം പറയുന്നത് പോലെ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിമിഷങ്ങളിൽ എനിക്ക് വലിയ ദൈവാനുഭവത്തിലൂടെ കടന്നു പോകുവാൻ പറ്റി. എനിക്കുറപ്പായി എന്തിനു വേണ്ടിയാണോ ഈ നാളുകളിൽ ഞാൻ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക, അത് അനുവദിച്ചു തരുമെന്ന്. അച്ഛൻ അതാണ് മകന് കൈമാറിയത്. പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുക. പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നതിൻ്റെ അർത്ഥം കൃപാസന മാതാവിനെ നിന്റെ ജീവിതത്തിന് മുഴുവനായി ഉടമപ്പെടുത്തുക എന്ന് തന്നെയാണ്. അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ജീവിതം കൊടുത്തുകൊണ്ട് അമ്മ ലോകം മുഴുവനും അമ്മയുടെ പ്രത്യക്ഷീകരണം ഏറ്റെടുക്കുവാൻ വേണ്ടി നിന്റെ ജീവിതാനുഭവത്തിലൂടെ അനേകർക്ക് നീ സാക്ഷ്യമായി മാറുകയെന്നാണ് മകന് കൊടുക്കുന്ന സന്ദേശം. ഇന്ന് ഇരുവരും ഈ അൾത്താരയിൽ ചേർന്ന് നിൽക്കുമ്പോൾ കുടുംബത്തിൽ എങ്ങനെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യമായി അമ്മ മാതാവ് ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്തു, പ്രശ്നങ്ങൾ പരിഹരിച്ചു, മറ്റുള്ള പലർക്കും ജോലി കിട്ടാതിരിക്കുമ്പോഴും ഇവർക്ക് വേണ്ടി എങ്ങനെ വാതിലുകൾ തുറന്നു കൊടുത്തു, ജീവിതം സുരക്ഷിതമാക്കി എന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അമ്മയിൽ ശരണപ്പെടുക, ജീവിതം ശുഭകരമാകും. അമ്മയിൽ ആശ്രയിക്കുക, സങ്കടങ്ങൾ മാറിപ്പോകും. അമ്മയുടെ കരങ്ങളിലേക്ക് നിരാശപ്പെടാതെ ജീവിത വിഷയങ്ങളെ വിട്ടുകൊടുക്കുക. എത്ര കണ്ട് നമ്മുടെ കണ്ണുകളിൽ താമസിച്ചാലും ദൈവത്തിൻ്റെ കണ്ണുകളിൽ സമയത്തിൻ്റെ പൂർണ്ണതയിൽ അതിൻ്റെ കറകളെയും കുറവുകളെയും നമുക്കുള്ള സ്വാർത്ഥത